ഒരു പെൺകുട്ടി ജനിക്കുന്നത് ഒരു കുടുംബത്തിന് ഭാരമായിട്ടോ ബർഡനായിട്ടോ കണ്ടിരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് പെൺകുട്ടിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ചിലവുകൾ, സ്ത്രീധനം പോലത്തെ ചിലവുകൾ കണക്കിലെടുത്ത് പെൺകുട്ടി ജനിക്കുന്നതിന് മുന്നോ ജനിച്ചതിന് ശേഷം, അതായത് ഫീറ്റിസൈഡോ ഇൻഫൻറ്റിസൈഡോ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ത്യൻ സമൂഹത്തിനുണ്ടായിരുന്നു. ആ സമയത്താണ് ഇന്ത്യൻ ഗവൺമെൻറ് ലിംഗനിർണ്ണയം ഇല്ലീഗലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോഴും നോർത്തിലും നോർത്ത് വെസ്റ്റ് സൈഡിലൊക്കെ ഇല്ലീഗലായിട്ടോ അണ്ടർഗ്രൗണ്ടായിട്ടോ ലിംഗനിർണ്ണയം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫീറ്റിസൈഡുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലീഗലാണെങ്കിൽ കൂടി. ആ സമയത്താണ് രാജസ്ഥാനിലെ പിപ്ലാന്തരി എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലെ സർപ്പഞ്ചായ ശ്യാം സുന്ദറിൻ്റെ മകൾ മരിക്കുന്നത്. മകൾ മരിച്ചപ്പോഴാണ് ശ്യാം സുന്ദർ ഒരു കാര്യം മനസ്സിലായത്. ആൺകുട്ടികളും ആണുങ്ങളും മരിച്ചാൽ ഉണ്ടാകുന്ന വിഷമത്തിൻ്റെ പകുതി പോലും ഒരു പെൺകുട്ടി മരിച്ചാൽ ഗ്രാമവാസികൾക്ക് ഇല്ല എന്ന്. ഈ ഒരു വിഷമത്തിൻ്റെ പുറത്ത് വളരെ ജെന്യൂനായും അവരിൽ ഒരാളായ സർപ്പഞ്ചായ ശ്യാം സുന്ദർ പറഞ്ഞു, ഇനി ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ വില്ലേജിൽ 111 മരങ്ങൾ നടണമെന്ന്. ഇത് വില്ലേജേഴ്സ് അക്ഷരം പടി അനുസരിച്ചു. ഇപ്പോഴും പിപ്ലാന്തരി പറഞ്ഞ വില്ലേജിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ 111 മരങ്ങൾ അവർ ആ വില്ലേജിൽ നടും. അതുമാത്രമല്ല വില്ലേജേഴ്സ് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ഈ പെൺകുട്ടിയുടെ പേരിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റും ഇടും. ഇതിന് വേറൊരു എൻവിറോൺമെൻറ്റൽ ഒരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഭയങ്കരമായിട്ട് ഈ വില്ലേജിൽ കുറഞ്ഞു. ഇങ്ങനെ മരങ്ങൾ നടന്നതോടുകൂടി ഗ്രൗണ്ട് വാട്ടർ ലെവൽ വീണ്ടും റീചാർജ് ആവുകയും അവരുടെ കൃഷിയിടങ്ങൾ അടിപൊളിയാവുകയും ചെയ്തു. അതായത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഒരു വില്ലേജിന് ഒരു പുതുജീവൻ നൽകണ ഒരു മെറ്റഫർ നമുക്കവിടെ കാണാൻ സാധിക്കും. പത്മശ്രീ കൊടുത്തുകൊണ്ടാണ് ശ്യാം സുന്ദറിനെ ഇന്ത്യൻ ഗവൺമെൻറ് ആദരിച്ചത്. നമുക്കും നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഷനാണ് ഈ ഒരു സംഭവം അല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ?